ഗുഡ് മോർണിംഗ്. അന്നൂസുൽപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ പോയിട്ട് മീൻ വാങ്ങാം. മീനിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ വീഡിയോയ്ക്കകത്തൊരു പുള്ളിക്കാർ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ മീൻ വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പ്ലേറ്റൊക്കെ എടുത്തിട്ടാണ് മീൻ വാങ്ങാൻ പോകുന്നത്. ഈ പ്ലേറ്റിൽ മീൻ മണക്കും, പക്ഷേ സ്റ്റീൽ പ്ലേറ്റിൽ ഇവിടെ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ജോൺസേട്ടയൊന്നും കഴിക്കില്ല, അതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ എന്ത് സഹിക്കും. മീൻ വാങ്ങാം. നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ മാറ്റി പുല്ലിട്ട സമയത്ത് ഇവിടെ ഭയങ്കര കാടാട്ടോ. പിന്നെ മാസം മാറ്റിയാലും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും. ഒരു ഫുള്ളൊരു നെഗറ്റീവ് പോലെ എപ്പോഴും ഒരു കാട് പിടിച്ച് കിടക്കും. ജോൺസേട്ടെ അതൊക്കെ മാറ്റി കഴിഞ്ഞ ദിവസം ഇനി പോയിട്ട് മീൻ വാങ്ങാം. എല്ലാവരും ചോദിക്കാറുണ്ട് ഹോം ടൂർ ചെയ്യണം. എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്യാം. അയ്യോ ഇതെന്താ മീന് ഓട്ടോറിക്ഷ മാറിയോ? ഗുഡ്സൊക്കെ മാറിയോ? ലോറി ഇറക്കാൻ വേണ്ടി ഗുഡ്സ് വർക്ക്ഷോപ്പിൽ കയറ്റിയതായിരിക്കും മഹി ചേച്ചി. എവിടെ ആ വണ്ടി എടുക്കാൻ പോന്നിനി? ഓ വർക്ക്ഷോപ്പിൽ ഇവിടെ തന്നെ കയറ്റിയോ? അത് കൊള്ളാലോ. എല്ലാരും പിടിച്ച് വയറിലൊക്കെ രാവിലെ ഇവിടെ ആയിരിക്കും മീൻ വാങ്ങണം. അയില ഇന്നലെയും വാങ്ങി. ഞങ്ങൾക്ക് വിറയല് ഓടുന്നുണ്ട്. ഓരോരുത്തർ ഓടുക. അനുവ ഇങ്ങോട്ട് നോക്കിക്ക. അനുവ ജിൻസി നോക്കടി ഒളിച്ചിക്കണം. ഇത് നേരത്തെ പറഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ടെന്ന് കേട്ടോ. നിന്റെ മേക്കപ്പ് ഇല്ലാത്ത കോലം എല്ലാവരും കാണിക്കോടി. ശരിയാടി നോക്കണ്ട കേട്ടോ. 3 കുട്ടികളുടെ അമ്മയാണ്. 5 എണ്ണം മതി എന്നിട്ട് തന്നെ. മാന്തൽ നല്ലതല്ലേ വറക്കാൻ? അയ്യോ എന്നാ പിന്നെ മാന്തലല്ലേ. ഇതിന് പകരം മാന്തൽ എടുത്താലോ? എന്നാ അതിൽ വേണ്ട മാന്തൽ എന്നേ. അല്ല എനിക്ക് വറക്കാൻ മതി. എനിക്ക് മാന്തൽ മതി. നമ്മൾ ഡിസിഷൻ മാറ്റി. അനു പറഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പീലില്ല കേട്ടോ. അനു അതെ നല്ല വാല് നീണ്ട മാന്തൽ വേണ്ട കേട്ടോ. എനിക്ക് വാല് ഉരുണ്ട മാന്തൽ മതി. ഇതില്ല എന്തൊക്കെ നീളം കോലി മാന്തലാണല്ലോ. വലിയ മാന്തല്ലേ മതി. എങ്ങോട്ട്? അയ്യോ അത് വേണ്ട. ആ ചെറുതിന് വേണ്ട. എനിക്ക് 100 രൂപക്ക് കണക്കാക്കണ്ടേ? ഇതൊക്കെയാണ് എന്നെ പറ്റിക്കുന്നത്. ആ മതി. അനിയപ്പം ഇന്ന് മാന്തൽ വറുത്തതും രസവും ചോറും കേട്ടോ. എനിക്ക് മാന്തൽ വറുത്തത് മോര് കറിയും വെച്ചാലോ? മോര് കറി വെക്കാം. മോര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ വീട്ടിൽ കൂടിയിട്ട് 11 വർഷം കഴിഞ്ഞിട്ടോ. 11 വർഷം. ഇന്നലെ വാങ്ങിയ മീൻ തന്നെ ഇവിടെ കുറച്ച് മുളകിട്ടത് ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് ഞാനിത് വറക്കും. രാവിലെ ഞാൻ ഓട്ടട ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ജോൺസേട്ടെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ട് വന്നിട്ട് ചോറൊക്കെ തിന്നുകൊണ്ട് പാത്രം കഴുകാൻ പറ്റിയില്ല. അത് കഴുകണം. ഇന്നലത്തെ മീൻതല വെറ്റിച്ചത് കണ്ടോ. ഒന്നുകൂടെ ചൂടാക്കി നമ്മൾ ഓട്ടടേൻ്റെ കൂടെ അടിക്കും. ഓട്ടടയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്ത് പോകണം. അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ബാക്കിയുള്ള പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞതാണ്. താഴെ ഇന്നലെ അടിച്ചു വാരി തുടച്ചിട്ടില്ല, അത് തുടയ്ക്കാനുണ്ട്. ഞാൻ വന്നപ്പോൾ ഇതാണ് കുറേ തുണികൾ തോരണങ്ങളായിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ മൊത്തത്തിൽ ഉടായ്പ മേടിച്ച് വെച്ചിട്ടോ. അമ്മേനോട് എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ച് വരുത്തി കുത്തി വയ്ക്കലാണ് എൻ്റെ പണി. ഇൻഡസ് വാലിയിൽ നമുക്കൊരു കുക്ക് വെയർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് റെസിപ്പി വീഡിയോ എടുക്കുകയാണ് കൊളാബിടാൻ വേണ്ടി. അപ്പോൾ അമ്മ ഇഞ്ചിക്കറിയാണ് വെച്ചത്. അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഭയങ്കര ടേസ്റ്റാട്ടോ. അതല്ലെങ്കിൽ നീ പറയാതെ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് അതിനെക്കൊണ്ട് എനിക്ക് അരവണ പായസം ഉണ്ടാക്കിക്കണം. 2 വീഡിയോ കൂടെ ഉണ്ട്. വരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ അതല്ല ഞാൻ പറഞ്ഞല്ലോ. ഞെട്ടിക്കല്ലേ നീ എന്നെ. അമ്മേനെ കൊണ്ട് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞാൽ ക്യാമറ കണ്ടോ. ഇന്ന് അമ്മേനെ കൊണ്ട് 2 കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യിപ്പിക്കുന്നത്. റെസിപ്പി വീഡിയോ. 1 ഇഞ്ചിക്കറി, പിന്നെ അരവണ പായസം. ഇതൊക്കെ ഇങ്ങനെ വഴിയെ വരും കേട്ടോ. നിങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുമോ. ഡെയിലി കാണാം. പിന്നെ അമ്മയ്ക്കൊരു പേജുണ്ട്, annas.ammas. ഞാൻ എൻ്റെ പേര് ഞാൻ മനഃപൂർവ്വം വെച്ചത്. ഇല്ലെങ്കിൽ അമ്മ എന്നെ വിട്ടു പോകുമെന്ന് എനിക്കൊരു സംശയം. കാരണം അമ്മയ്ക്കാണ് കൂടുതൽ ആരാധകർ കൂടുതൽ. ഞാൻ അതിനിടയ്ക്ക് കുറച്ച് അടുക്കളപ്പണിയിലേക്ക് കയറി കേട്ടോ. ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്, കുത്തപ്പം. അതിന് വേണ്ടിയിട്ട് പച്ചരി കുതിർത്തിയത്, തേങ്ങ, ഇത്തിരി ചോറ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഒരൊറ്റ കോഴിമുട്ട കേട്ടോ.
ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ തലേന്നത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടതാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതേ അയില തലക്കറി. പിന്നെ ഇത് ചട്ടി ഞാൻ എങ്ങനെ മയക്കാന്നറിയോ, നല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഇട്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് ഓഫാക്കും. അപ്പം നല്ല മയക്കം കിട്ടും കേട്ടോ ചട്ടിക്ക്. അതായത് മയക്കം കിട്ടുക എന്ന് പറയുന്നത് ഈ ചട്ടിക്കകത്ത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അല്ലെങ്കിൽ വറ്റിപ്പോകും. അപ്പോൾ വറ്റിപ്പോകാതിരിക്കും. ഓക്കെ, ഇന്നലെ ഉണ്ടാക്കിയ അരവണയാണിത്. ഇന്നലെ ഞങ്ങൾ അരവണയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കണ്ടോ, നല്ല ടേസ്റ്റാണേ. ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം സുജാത മിക്സിയാണ് കേട്ടോ. അരയും നല്ല മോട്ടറൊക്കെയാണ്. കാണാൻ വലിയ ഭംഗിയില്ലാതെ ഉള്ളൂ. ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു വർഷം തിന്നുകൊണ്ടിരിക്കുവാണ്. സൂപ്പർ. ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൺചട്ടിയൊക്കെ കൊണ്ടുവച്ചത് കേട്ടോ. കുക്കിംഗ് വീഡിയോ ചെയ്യാം, സമയം കിട്ടില്ല. തിന്നുന്നുണ്ടോ ഒന്നും മിണ്ടാത്തട്ടോ. ഇത്രയും ഓട്ടട ഉണ്ടാക്കിയെടുത്ത് ഇനി കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ മീൻ വറ്റിച്ചത്. ഇനി തിന്നാൽ മതി കേട്ടോ. വിശക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ തന്നെ. എനിക്ക് ആകെ അറിയാത്തൊരു സംഭവമായിരുന്നു ഈ ഓട്ടട കേട്ടോ. ഇപ്പം ഞാൻ ഈ ഓട്ടട ഉണ്ടാക്കുന്നതും പഠിച്ച് കണ്ട. ഏലക്കായിട്ട് പതപ്പിച്ച കട്ടൻ ചായ. ഇന്ന് ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ആയിരുന്നേ കണ്ടോ. ഇതൊക്കെ എത്ര കാലങ്ങൾ മുമ്പത്തെ സാധനങ്ങളുണ്ട് ഇവിടെ. മിൽക്ക് മെയ്ഡ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പൈസ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയ സാധനമാണ് മിൽക്ക് മെയ്ഡ്. ഇതല്ല കേട്ടോ, പണ്ട് അത്ര ഇഷ്ടമാണ് എനിക്ക് മിൽക്ക് മെയ്ഡ്. കുറേ സാധനങ്ങൾ എടുത്ത് കളയാനുണ്ട്. ഇതൊക്കെ എടുത്ത് കളയാം. ജോൺസറേ ദേഷ്യം പിടിച്ച് നോക്കുന്നുണ്ടോ? അതൊക്കെ കളയാം. അയ്യോ ഫോണ് തട്ടല്ലേ. അത് ചക്കര കൊണ്ടുവന്നല്ലേ. ഫുള്ള് പണി. അടുക്കളയിൽ എന്തൊക്കെയാണ് കാണിച്ചത്. അതെ, നല്ല മീൻ വറുത്തതുണ്ട്, ചീരത്തോരനുണ്ട്, മോരുകറിയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ തൈര് മുളകിട്ടതുണ്ട്. അതൊക്കെ കൂട്ടി നമ്മൾ തിന്നാൻ പോവുകയാണ്. പിന്നെ ജോൺസേട്ടനെ കൊണ്ട് വീഡിയോ എടുത്ത ശേഷം ജോൺസേട്ടായി വീഡിയോ നോക്കുകയാണ്. റീന ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് മോള് ചേച്ചീൻ്റെ വീട്ടിൽ നിന്നും കൂടിയായിട്ട് പറിച്ചെടുത്ത ശരിയാണ്. ഇതിൽ വരും കണ്ടോ, അത് വരും. ആ ജോൺസറെ കാണിക്കാത്തോണ്ടല്ലേ. ജോൺസറെ അതൊന്നും വരില്ല. അല്ല, അത് കട്ട് ചെയ്യാന്ന് വയ്യ. തിന്നട്ടെട്ടോ. ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിരിക്കുമ്പോഴേക്കും ഇതേ അന്നാൻറ്റി എന്ന് പറഞ്ഞൊരു വിളി ചോദിച്ചു. പിന്നെ എൻ്റെ അടുക്കളയിൽ ഒരു പൂച്ച കയറി. എൻ്റെ അമ്മ എന്താ ഞാൻ ഉണ്ടാക്കിയ ചോറും കറികളൊക്കെ തിന്നാട്ടോ. അമ്മ എന്നെ പുറത്ത് പോകാൻ വേണ്ടി വിളിക്കണം. ഉണ്ടല്ലോ അമ്മാനെ വടക്കിടാൻ നോക്കിയിട്ടാണ് അമ്മ ഇവിടെ വരുമ്പോ അന്നാണ്ടി അമ്മാനെ വടക്കിടും. അപ്പൊ ഉണ്ടല്ലോ എനിക്ക് ഇതിനെ കൊണ്ടൊന്നും പറ്റൂല. അമ്മ ഞാൻ അമ്മേനോട് വഴക്കിടുന്നു. എപ്പോ ജോജു എന്ത് വഴക്കാടാ ഇട്ടത്? വഴക്കിട്ടു ദേഷ്യം വിട്ട് അന്നാണ്ടിനെ കുറച്ചൊക്കെ അറിയണം. എന്റെ പൊന്നേ, ഇവരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയൂല. എന്താ പറയാത്തെ? അമ്മ ഇപ്പൊ ചോറിനാ പോയപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ അടുക്കളയിൽ പൂച്ച കയറിയെന്ന്. നീ ആള് മോശമില്ലല്ലോടാ. നീ ഞങ്ങളെ തെറ്റിക്കുവാടാ. നീ എന്നെയും അമ്മേനെയും തമ്മിൽ തെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇടാ തമ്മനയില്. എന്നെ എൻ്റെ അമ്മേനെയും തമ്മിൽ തെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട കള്ള. ഒളിച്ചവൻ ഒളിച്ച്. പിന്നെ അമ്മയുണ്ടല്ലോ അന്നാദിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാരെയും കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ എന്നെപ്പറ്റി ഇവൻ പറയുന്നത്. തമ്മില് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്നെപ്പറ്റി ജോജ് പറയുന്നത്, ഇവൻ പറയുന്നത്. ഇനി വല്ലതും പറ, ജോപ്പനെ പറ്റി വല്ലതും പറ. ഇല്ല പറ. ജോപ്പനെ പറ്റി പറയില്ല, കാരണം ജോപ്പന് സൈക്കിളും വാങ്ങിക്കൊടുക്കാണ്ട് ജോപ്പന് ഇത്തിരി സ്നേഹം കൂടുതലാ. പറയടാ. ഇല്ല പറയടാ. നമ്മളൊക്കെ അവന്റെ ഇരകള്. ആയിക്കോട്ടെടാ, ആയിക്കോട്ടെ ചെക്ക.
സന്ധ്യയായപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ജോജുവിനെയൊക്കെ കൂട്ടി. ജോജുവിന് സ്കൂളൊക്കെ പൂട്ടിയില്ലേ, എവിടെയും പോയിട്ടില്ലല്ലോ. പോട്ടെ ജോജു, പോവാമ്മ. ഇന്നലെയും ഞങ്ങൾ ഈ നേരത്ത് പുറത്ത് പോയി, ഇന്നും ഞങ്ങൾ ഈ നേരത്ത് പുറത്ത് പോകട്ടോ. ഇന്ന് കുറച്ച് ദൂരത്ത് പോകാണ്ട്, കാരണം എനിക്ക് പ്രധാനപ്പെട്ട 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആ പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബസ്സിലും റോഡിലൊക്കെ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ ബത്തേരി ടൗണിലെത്തിയിട്ടോ. നല്ല ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടോ. നമ്മുടെ ബത്തേരി ടൗൺ ഇത്രയും ഡെവലപ്പായിട്ടോ. എനിക്ക് കഫേ കോഫി ഡേ കാണുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സങ്കടമാണ്. ആ പുള്ളി എൻ്റെ ഓണർ ആത്മഹത്യയൊക്കെ ചെയ്ത്, ആത്മഹത്യയാണ് എന്താ അറിയില്ല, എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. എന്തൊരു അടിപൊളിയാണ് നമ്മുടെ ബത്തേരി ടൗൺ എന്നറിയോ. കോഴിക്കോടിനേക്കാളും അടിപൊളി. ജോജുവിന് KFC വേണമെന്ന് പറഞ്ഞിട്ട് KFC കഴിക്കാൻ കയറിയേക്കുവാണേ. നമ്മുടെ ബത്തേരിയിൽ ഇപ്പോൾ ഇതൊക്കെ കിട്ടും കേട്ടോ. ചോക്ലേറ്റ് ഇട്ട സ്ട്രോബെറി കഴിച്ചോട്ടാ. സന്തോഷമായോ? ജോജൂസ് ഡേ ഔട്ടാ. നമുക്ക് പ്രൈവറ്റ് ബസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ KSRTCനെ ലക്ഷ്യമാക്കി KSRTCയിലേക്ക് വന്നു. ഈ റീന ചേച്ചി ഉണ്ടോ എന്നെ കടേൻ്റെ ഇവിടെ പിടിച്ചു വെച്ചേക്കുക. പോലെ ഞാനും വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കൊല കേട്ടോ. റീന ചേച്ചിക്ക് കൊടുത്ത് കിടക്കട്ടെ. അത് വെച്ചിട്ടുള്ള പൈസ റീന ചേച്ചി കൊട്ടാരം പണിയട്ടെ. ഞാൻ അത് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, കപ്പ വാങ്ങിയിട്ടുണ്ട്. എന്താടാ അവന് മുഖം ഒളിപ്പിച്ച് ചെയ്യണ്ട. അവനെ ഒളിപ്പിച്ച് ഫോട്ടോ അല്ലടാ, വീഡിയോ. നീ സ്റ്റൈല് കാണട്ടെ. റീന ചേച്ചിൻ്റെ കട. ആശയ ഇതാ നിന്റെ കട. നീ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് കേട്ടോ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട്. റീന ചേച്ചിൻ്റെ കട ചെറുതാണല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് കേട്ടോ അവിടെ കടയിൽ. ഇല്ലാത്ത സാധനങ്ങളൊന്നും. നിന്റെ ഫോട്ടോയാ? അപ്പം നിനക്ക് അഭിമാനിക്കാം. നിന്റെ മൊബൈലിൽ ഇല്ലാത്ത ഫോട്ടോ ഒക്കെ എൻ്റെ ചേച്ചീൻ്റെ മൊബൈലുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് കയറി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടായിരുന്നേ വന്നേ. അങ്ങനെ ചിക്കൻ കറി വെച്ചു. കാരണം നാളെ സൺഡേ, നാളെ എനിക്ക് കുറച്ച് ബിസി ഉണ്ട്. അപ്പോൾ ജോൺസേട്ടയ്ക്ക് ചിക്കൻ കറി വെച്ചു. കാരണം ഇപ്പോൾ പുറത്തത്തെ ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല. ഹോട്ടലിലത്തെ കാണിച്ചു തരേണ്ട ചിക്കൻ കറി. നമ്മുടെ ജോൺസേട്ടൻ നട്ട് വളർത്തിയ പോലെ. അയ്യോ, ഈ ബന്നൊക്കെ വാങ്ങി വെച്ചിട്ട് തിന്നാതെ ജോൺസേട്ടനോട് എനിക്ക് ചീത്തക്കോ. ചിക്കൻ കറിയും കൂടി കഴിച്ചോളായിരിക്കും. ഞാൻ അടിപൊളി ചിക്കൻ കറി വെച്ചു. കണ്ടോ, അടുപ്പത്താണേ. വരണ്ട് വരണം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചത്തെ മോരുകറി ഉണ്ട്. ഇത്തിരി ചോറുണ്ടായി. ഞാൻ വെള്ളം ഒഴിച്ചിട്ടു. പിന്നെ ഞാൻ കപ്പ കൊത്തി എരിഞ്ഞിട്ടു. നാളെ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വൃത്തിക്ക് കഴുകിയിട്ട് നാളെ ഞായറാഴ്ചയല്ലേ, കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും ജോൺസേട്ടൻ കഴിച്ചു. നമ്മുടെ ഈ കപ്പ ഇപ്പോൾ വലിയ താല്പര്യമില്ല കേട്ടോ. ഇത് എൻ്റെ കൂടി കപ്പ കഴിച്ച് ഇതേ മുങ്ങുന്ന രീതി വെള്ളം വെച്ചില്ലെങ്കിൽ ഈ പുറത്ത് വെക്കുന്ന കപ്പ നീലം വയ്ക്കും. എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ കപ്പ ഉണ്ടല്ലോ ഇങ്ങനെ കൊത്തി എരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസങ്ങളോളം കേടാവാതിരിക്കുവേ. ഇപ്പം സമയം കുറേ ആയിട്ടോ. പക്ഷേ ജോൺസേട്ടൻ പള്ളിയിൽ ഓരോ പണിയിലാണ്. അപ്പം ഞാനൊന്ന് വീഡിയോ വരുമ്പോൾ ഇതൊന്ന് മോളി ചേച്ചീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കും. എനിക്ക് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് മോളി ചേച്ചീൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. തീ കുറച്ച് വെച്ചിട്ട് പോവാം. തീ വളരെ കുറവാണ്. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ചിക്കൻ്റെ ഇങ്ങനെ ലെഗുള്ള ഇങ്ങനത്തെ പീസേ വാങ്ങത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ എനിക്കിഷ്ടമുള്ളൂ. എല്ലുള്ള ഭക്ഷണം അല്ലാത്തത് എനിക്ക് വലിയ ഇഷ്ടമല്ല. തീ സിമ്മാക്കി വെച്ചിട്ടൊന്ന് മോളി ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത രുചി വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്യൂസിപ്പ. തിന്നുകൊണ്ടേ ഇരിക്കും. ലവ് യു, ബൈ. ലവ് യു ഓൾ, ബൈ.